3000 രൂപയ്ക്കുള്ളിൽ ഒരു വാച്ച് വാങ്ങിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുമല്ലേ? കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. റൗണ്ട് ആയിരിക്കണം, AMOLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കണം, കൂടാതെ ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉണ്ടായിരിക്കണം. ഇനി അതല്ല, ബോൾട്ട് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാച്ച് ആയിരിക്കണം. കുഴപ്പമില്ല, ഒരു വാച്ച് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. 2990 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ക്രൗൺ R Pro. അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 3000 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു ക്രൗൺ R Pro വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ മനസ്സിലാകുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ അങ്ങോട്ട് പൂർണ്ണമായിട്ടും കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൗൺ R Pro. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടൊരു റൗണ്ട് ഡയൽ ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. അതേപോലെ തന്നെ വാച്ച് ഡയൽ എന്ന് പറയുന്നത് സിങ്ക് അലോയ് മെറ്റാലിക് ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ തട്ടിയാൽ പോലും പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. വലതുവശത്ത് ഒരു ക്രൗൺ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബട്ടണും കാണാൻ പറ്റും. ക്രൗണും ബട്ടണും ഒക്കെ സത്യം പറഞ്ഞാൽ ഡിറ്റോ നമ്മുടെ വാച്ച് അൾട്ര ഉണ്ടല്ലോ അതുപോലെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ഓറഞ്ച് ഡിസൈൻ ഉണ്ടല്ലോ, ഒരു സർക്കിൾ ഡിസൈൻ ഒക്കെ വാച്ച് അൾട്രയിൽ കാണാൻ സാധിക്കുന്ന അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഫങ്ഷണൽ ക്രൗൺ ആണ് കേട്ടോ. കൂടാതെ ബട്ടൺ നമുക്ക് കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ നടുക്കായിട്ടൊരു മൈക്ക് നമുക്ക് കാണാം. പിറകിൽ നോക്കുവാണെങ്കിൽ വലതുവശത്ത് സൈഡിലായിട്ട് നമ്മുടെ സ്പീക്കർ ഉണ്ട്, കൂടാതെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും ചാർജിങ് പോയിന്റും നമുക്ക് കാണാവേ. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് ആക്ച്വലി സിൽവർ കളറാണ്. ഇതല്ലാണ്ട് ബ്ലാക്കിലും ഓറഞ്ചിലും അവൈലബിൾ ആണ്. നിങ്ങൾ സിൽവർ ചൂസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കിട്ടുക. എന്നാൽ നിങ്ങൾ ബ്ലാക്ക് ആണ് മേടിക്കുന്നെങ്കിൽ ഓഷൻ സ്ട്രാപ്പ് ആയിരിക്കും എൻ്റെ കയ്യിൽ കൊണ്ട് ഇതായിരിക്കും കിട്ടുക. ഇനി അതെല്ലാം നിങ്ങൾ ഓറഞ്ച് ചൂസ് ചെയ്യുന്നെങ്കിൽ അത് ആൽപ്പിൻ ലൂപ്പ് ആയിരിക്കും കിട്ടുക. സോ മൂന്ന് എന്താ പറയുക ഡിഫറെൻറ്റ് മോഡൽസിലാണ് കിട്ടുന്നത്. പിന്നെ 22mm ആണ് കേട്ടോ ഈ ഒരു സ്ട്രാപ്പ് സൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സിൽവർ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഓഷൻ സ്ട്രാപ്പിലേക്ക് മാറണമെങ്കിൽ നോ പ്രോബ്ലം, ആൽപ്പിൻ ലൂപ്പോ ഇനി അതല്ല ഏതൊരു മോഡൽ ലെതർ ആണെങ്കിലോ ഏതാണെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരാം. എന്തായാലും മറ്റുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore വന്നാൽ അവിടെ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ വളരെ ലാഭകരമായിട്ട് വാങ്ങിക്കാം. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക DeepZstore. ഇനി നമുക്ക് വാച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം. ഇത് ഓൺ ആക്കിയപ്പോൾ തന്നെ കണ്ട നേരെ അങ്ങോട്ട് ഇന്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡേറ്റും സമയവും എന്നൊക്കെ പറയുന്നത് സെയിം ആണ്. അതായത് കറണ്ട് ടൈമും കറണ്ട് ഡേറ്റും ഒക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത്. ആപ്പായിട്ട് ഞാൻ ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ബോൾട്ട് ട്രാക്ക് ആപ്പാണ് ഇതിൽ സിങ്ക് ചെയ്യേണ്ടത്. എന്തായാലും ഇനി നമുക്ക് മുന്നോട്ട് പോകുന്നതിന് മുന്നേ ഈ ഒരു ആപ്പ് ജസ്റ്റ് ഒന്ന് സിങ്ക് ചെയ്യാം. ബൈ നൗ കൊടുക്കുക, സെർച്ച് കൊടുത്താൽ മതി. ഇതേ കണ്ടോ, ബോൾട്ട് വാച്ച് RA ഈ സംഭവമാണ് കേട്ടോ. അത് നമ്മളൊന്ന് ടാപ്പ് ചെയ്യുക, പെയർ കൊടുത്തു. ഇത് ബൈൻഡിങ് ഞാനിവിടെ അക്സെപ്റ്റ് ചെയ്തു, പെയർ. ഇതേ കണ്ടോ ആയിട്ടുണ്ട്, എല്ലാം കണക്ട് ആയിട്ടുണ്ട്. എന്തായാലും ഇനി ആപ്പിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.43 ഇഞ്ച് സൂപ്പർ AMOLED ഡിസ്പ്ലേയോട് കൂട്ടിയിട്ടുണ്ട് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. 466x466 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. 461 ppi ആണ് പിക്സൽ ഡെൻസിറ്റി. കൂടാതെ 600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് എന്താ പറയുക, ആ ഒരു എത്ര വലിയ സണ്ണി ഡേയ്സ് ആണെങ്കിൽ പോലും നമ്മൾ 100% ബ്രൈറ്റ്നസ് ഇടുമ്പോഴത്തേക്ക് വിസിബിൾ ആകുന്നുള്ളതിൽ വേറൊരു സംശയമില്ല. പക്ഷേ 100% നമ്മൾ ബ്രൈറ്റ്നസ് ഇടുമ്പോഴത്തേക്ക് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആകാനും ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും ഡിസ്പ്ലേയെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഓവറോൾ ബെറ്റർ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, അതിനൊന്നും വേറെ ഒരു സംശയമില്ല, സാറ്റിസ്ഫൈഡ് ആണ്. യൂസർ ഇന്റർഫേസിലേക്ക് ഉണ്ടെങ്കിൽ വാച്ച് ബൂട്ടപ്പായി വരുമ്പോഴത്തേക്കുള്ള ഒരു വാച്ച് ഫേസ് ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 5 വാച്ച് ഫേസസ് ഇവിടെ കാണാം. അറ്റ് എ ടൈം 6 മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 150 പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവിടെ ബോൾട്ട് ട്രാക്ക് ആപ്പ് വഴി ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തായാലും അതൊക്കെ തന്നെ ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. കൂടാതെ വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ക്രൗൺ കണ്ട നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് ബ്രൈറ്റ്നസ്, സെറ്റിംഗ്സ്, റേസ് ടു വേക്കപ്പ്, ഫൈൻ ഫോൺ, ഫ്ലാഷ്, ബ്ലൂടൂത്ത് കോൾ, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ബാറ്ററി സേവിംഗ് മോഡ്. കൂടാതെ നടുക്കായിട്ട് കണ്ട ബ്ലൂടൂത്ത് കോളിംഗ് ഇനബിൾഡ് ആണെന്നും ബ്ലൂടൂത്ത് ഇനബിൾഡ് ആണെന്നും അതുപോലെ തന്നെ ബാറ്ററി ലെവലും ദിവസവും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കോളിൻ്റെ ബട്ടണിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കോൾ ഓഡിയോയും അതുപോലെ തന്നെ മീഡിയ ഓഡിയോയും. ഈ ഒരു മീഡിയ ഓഡിയോ നമ്മൾ ഇനബിൾ ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ വാച്ച് കയ്യിലില്ല, പക്ഷേ മൊബൈലിൽ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ വരുന്ന ഓഡിയോ ഒക്കെ നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ അതെല്ലാം കേൾക്കുന്നത് ഈ ഒരു വാച്ചിലായിരിക്കും. സോ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതങ്ങോട്ട് ഡിസേബിൾ ചെയ്തിടുന്നതാണ്. കാരണം അതാകുമ്പോഴത്തേക്കും നമ്മളെ കയ്യിൽ വാച്ച് ഇല്ലെങ്കിൽ പോലും, ഇനി അതെല്ലാം നമ്മൾ പബ്ലിക്കിലൊക്കെ ആണെങ്കിൽ പോലും എന്താ പറയുക, ഇപ്പോൾ വാട്സപ്പ് ഓഡിയോ ഒക്കെ ഇതിനകത്ത് കേൾക്കുന്നതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ട് നമ്മുടെ മൊബൈലിൽ കേൾക്കുന്നതാണ് നല്ലത്. ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരിക. അതുപോലെ തന്നെ വലുതുനിന്ന് ഇടത്തോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ
ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. നമുക്ക് കോൾ റെക്കോർഡ്സ് കാണാം, അതുപോലെ തന്നെ കോൺടാക്ട്സ് നമ്മൾ ബോൾട്ട് ട്രാക്ക് ആപ്പ് വഴി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വിളിക്കുന്നവരെ ഇതിനകത്ത് അഡപ്പ് ചെയ്താൽ അതും ഇവിടെ കാണാം. അതേപോലെ തന്നെ ഡയൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ഡയൽ ചെയ്തും അങ്ങോട്ട് വിളിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇന്ന് നമ്മൾ ചെയ്ത ആക്ടിവിറ്റി ഇവിടെ ഉണ്ടാവുന്നതാണ്. കൂടാതെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ, ബ്രെത്ത് ട്രെയിനിങ്, സ്ലീപ്പ് കാണാം. കൂടാതെ മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും വെതർ നമുക്ക് കാണാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇനി ഇടതുനിന്ന് വലതോട്ട് സ്ലൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് നമ്മുടെ മെയിൻ മെനു എന്ന് പറയുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു മെയിൻ മെനു വരുന്നത്. പക്ഷേ ഞാൻ പറയുന്ന സത്യം പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് ഈ ഒരു മൂന്നാമത്തെ, അതായത് ലിസ്റ്റാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. നമുക്ക് വായിക്കാനും എളുപ്പം ഈ ഒരു ലിസ്റ്റാണ്. എന്തായാലും ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഡയലറാണ്. കൂടാതെ കോൺടാക്ട്സ്, കോൾ റെക്കോർഡ്സ്, വോയിസ് അസിസ്റ്റൻസ്, ആക്ടിവിറ്റി ഡേറ്റ, സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 120 പരം സ്പോർട്സ് മോഡ്സ് ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും എന്താ പറയുക, ബാക്കിയൊക്കെ തന്നെ ഈ ഒരു ബോൾട്ട് ട്രാക്ക് ആപ്പിലുണ്ട്. അത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതും ഞാനൊരു ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. കൂടാതെ സ്പോർട്ട് റെക്കോർഡ്സ് കാണാം, ഹാർട്ട് റേറ്റ്, സ്ലീപ്പ്, ബ്ലഡ് ഓക്സിജൻ. ഈ ഒരു ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസർ തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. കൂടാതെ മെസ്സേജസ് നമുക്ക് ഇവിടെ കാണാം, വെതർ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഉണ്ട്, ഫീമെയിൽ ഹെൽത്ത് ട്രാക്കർ ഉണ്ട്, മ്യൂസിക് കൺട്രോൾ, ബ്രെത്ത് ട്രെയിനിങ്, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, അലാം, സെറ്റ് ടൈം, ഫൈൻ ഫോൺ, ബോൾട്ട് ആപ്പ്, QR കോഡ്. കൂടാതെ സെറ്റിംഗ്സിലേക്ക് പോകണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മെനു സ്റ്റൈലാണ്. മെനു സ്റ്റൈൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, കണ്ടോ 1, 2, 3, 4, 5 സ്റ്റൈൽ നമുക്കുണ്ട്. ഇഷ്ടമുള്ള സ്റ്റൈൽ നിങ്ങൾക്ക് ഇടാം. കൂടാതെ ഡിസ്പ്ലേയിലേക്ക് വരണമെങ്കിൽ ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് സ്ക്രീൻ ടൈം. ഞാൻ ആക്ച്വലി ഇപ്പോൾ 30 സെക്കൻഡ് ഇട്ടേക്കുന്നത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും 5 സെക്കൻഡ് എടുത്തുള്ളൂ. 5 മുതൽ 30 സെക്കൻഡാണ് ഉള്ളത്. കൂടാതെ റേസ് ടു വേക്കപ്പ് നമുക്ക് അത് ഓണായിട്ട് എത്ര നേരം നിൽക്കണം ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ഓണും ഓഫും ഒക്കെ ആക്കാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യുക. കൂടാതെ AOD ക്ലോക്ക്, അതായത് ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ, ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്തേക്കാണ്. അത് നിങ്ങൾക്ക് ഡിജിറ്റൽ ക്ലോക്കും ആക്കാം, അതുപോലെ തന്നെ അൺലോക്ക് ക്ലോക്ക്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും AOD നമ്മൾ ഓൺ ആയി കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകും. ഇനി ബാറ്ററിയിലേക്ക് വരുവാണെങ്കിൽ അവിടെ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജും അതുപോലെ തന്നെ പവർ സേവിംഗ് മോഡ് ഓൺ ആക്കാം. കൂടാതെ വൈബ്രേഷൻ ആൻഡ് റിംഗിലേക്ക് വരുവാണെങ്കിൽ വൈബ്രേഷൻ മോഡ് നമുക്ക് ഇതിപ്പോൾ വൈബ്രേഷൻ ആൻഡ് റിംഗ് ഇട്ടേക്കാണ്, അത് നമുക്ക് വൈബ്രേഷൻ മാത്രമാക്കാം. ഇനി അല്ലെങ്കിൽ ഒന്നും വേണ്ട, മ്യൂട്ടും നമുക്ക് ആകാൻ സാധിക്കുന്നതാണ്. കൂടാതെ വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി സോഫ്റ്റ് ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്, ഒന്നെങ്കിൽ നമുക്ക് സ്ട്രോങ് ആക്കാം, ഇല്ലെങ്കിൽ ഓഫും ആക്കാൻ സാധിക്കും. കൂടാതെ ഇവിടെ നമ്മുടെ ബോൾട്ട് ആപ്പിൻ്റെ QR ഉണ്ട്. അതുപോലെ തന്നെ ലോവർ കീ സെറ്റിംഗ്സ്, ഈ ഒരു കീ ഉണ്ടല്ലോ, രണ്ടാമത്തെ കീ, അത് നമുക്ക് ആക്ച്വലി ഒരു ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ഓപ്ഷൻ വരണം, അല്ലെങ്കിൽ നമുക്ക് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ഓപ്ഷൻ വരണം, അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചെയ്യാനേ പറയത്തുള്ളൂ. കൂടാതെ നമുക്ക് സെറ്റ് ടൈമിലേക്ക് പോകണമെങ്കിൽ നമ്മളുടെ ടൈം ഇപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് തന്നെ, അല്ലെങ്കിൽ ആപ്പ് സിങ്ക് ചെയ്യേണ്ടത് തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 24 അവേഴ്സോ അല്ലെങ്കിൽ 12 അവേഴ്സോ, അതൊക്കെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. കൂടാതെ സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യാം, റീസ്റ്റാർട്ട് ചെയ്യാം, റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു യൂസർ ഇന്റർഫേസിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവേ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ബോർഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ വെയർ യുവർ വാച്ച് പ്രോപ്പർലി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അങ്ങോട്ട് കാണിക്കത്തുള്ളൂ, അതിപ്പോൾ ആക്യുറേറ്റ് ആണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവേ. എന്തായാലും അതിന് മുന്നേ പറയാനുള്ളത്, ആക്ച്വലി നമ്മുടെ ആ ഒരു ചെയിൻ എനിക്ക് കുറച്ച് ലൂസാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ DeepZstoreൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഓഷൻ സ്ട്രാപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വാച്ച് നമുക്ക് ഓഷൻ സ്ട്രാപ്പിലും കിട്ടും കേട്ടോ. പക്ഷേ അത് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ ആയിട്ട് അത് എക്സ്ട്രാ കിട്ടത്തില്ല. നമ്മൾ ഈ ഒരു സിലിക്കൺ സ്ട്രാപ്പിലേക്ക് പോയാൽ മാത്രമേ നമ്മുടെ ഓഷൻ സ്ട്രാപ്പ് കിട്ടത്തുള്ളൂ. എന്തായാലും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഹാർട്ട് റേറ്റ് നോക്കാം. അപ്പോൾ 72 വന്ന് നിൽപ്പുണ്ട്. ഇനി നമ്മുടെ ബ്ലഡ് ഓക്സിജൻ 98% നോർമലാണെന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ കാണിച്ച വാല്യൂസൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക കേട്ടോ. പ്രോപ്പറായിട്ടുള്ളൊരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് വാങ്ങിച്ചിട്ട് മാത്രം ഇതൊക്കെ അങ്ങോട്ട് കൺഫേം ചെയ്യുക. ഇനി നമ്മുടെ ബോൾട്ട് ട്രാക്ക് ആപ്പിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാവേ. എന്തായാലും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇന്ന് നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയൊക്കെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. കൂടാതെ രണ്ടാമത്തെ ടാബ് ഡിവൈസിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ബോൾട്ട് വാച്ച് 6 കണക്റ്റഡ് ആണെന്നും അതുപോലെ തന്നെ ബാറ്ററി ലെവൽ കാണിക്കുന്നുണ്ട്. കൂടാതെ പുഷ് നോട്ടിഫിക്കേഷൻസിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് ആക്ച്വലി നമ്മൾ ഇനബിൾ ഓൾ റിമൈൻഡർ കൊടുത്താൽ നമ്മുടെ മൊബൈലിൽ ഏതൊക്കെ ആപ്പ് ഉണ്ടോ അതിലൊക്കെ തന്നെ നോട്ടിഫിക്കേഷൻസ് വാച്ചിൽ വരുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഏതിലേക്ക് വരണ്ട എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ഡിസേബിൾ ചെയ്യാനും അല്ലെങ്കിൽ ഇനേബിൾ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ചെയ്യുക കേട്ടോ. കൂടാതെ നമുക്ക് ഇവിടെ വന്നിട്ട് അലാറം സെറ്റ് ചെയ്യാം, ആക്ടിവിറ്റി റിമൈൻഡർ ഓൺ ആക്കാം, ഡ്രിങ്ക് റിമൈൻഡർ ഓൺ ആക്കാം, വാച്ച് ഫേസ്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് 150 ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഉണ്ട്. കണ്ടോ, ഇത്രയും വാച്ചുകളുണ്ട്. കാറ്റഗറൈസ് അല്ല, നിങ്ങളിങ്ങനെ നോക്കി ഇഷ്ടമുള്ളത് അങ്ങോട്ട് ചൂസ് ചെയ്യുക. ഇനി അതല്ല നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിലേക്ക് ഇടണമെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന
ഇവിടെ അങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ കണ്ട ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആൽബത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. കൂടാതെ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡേറ്റും സമയവും എവിടെ വെക്കണം എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തതിന് ശേഷം സെറ്റ് ആസ് വാച്ച് ഫേസ് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും പിന്നെ നമ്മുടെ വാച്ചിലേക്ക് കാണാൻ പറ്റുന്നത്. കൂടാതെ സ്പോർട്സ് പുഷിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഒരു 120 സ്പോർട്സ് മോഡ്സും കാണാൻ പറ്റുന്നത്. വാച്ചിൽ ഇല്ലാത്തൊക്കെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നതാണ്. കൂടാതെ വെതർ റിപ്പോർട്ട്സ് നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം. റേസ് ടു വേക്കപ്പ് നമുക്ക് ഓൺ ഓഫ് ആക്കാം. അതുപോലെ തന്നെ സമയം സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഓട്ടോമാറ്റിക് ഹെൽത്ത് മോണിറ്ററിംഗ് നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ഓഫ് ആക്കാം. കൂടാതെ ഫൈൻ ബ്രേസ്ലെറ്റ് നമുക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ റിസ്ക് പ്രിഫറൻസ് നമുക്ക് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ടൈം ഫോർമാറ്റ്, ഫേവറേറ്റ് കോൺടാക്ട്സ്, ഇവിടെയാണ് നമ്മുടെ ആ ഒരു കോൺടാക്ട്സുകൾ കൊണ്ടുവരാൻ പറ്റുന്നത്, നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാരെ. കൂടാതെ ഷേക്ക് ഫോർ ഫോട്ടോഗ്രാഫ് ഉണ്ട്, ഹാർഡ്വെയർ വേർഷൻ, റീസ്റ്റോർ ടു ഫാക്ടറി ഡേറ്റ, അതുപോലെ തന്നെ അൺബൈൻഡ് നമുക്ക് ചെയ്യാം. കൂടാതെ മീ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ യൂണിറ്റ് പ്രിഫറും ഡെയിലി സ്റ്റെപ്സ് ഗോൾസും അതൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിലും അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോൾട്ട് ട്രാക്ക് ആപ്പിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ബ്ലൂടൂത്ത് വേർഷൻ 5.2 കൂടാതെ ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് സിംഗിൾ ചിപ്പാണ്. സിംഗിൾ ചിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒരു 1 ടാപ്പ് പെയറിംഗ് ആണ്. അതേപോലെ തന്നെ ബാറ്ററി കുറച്ചേ എടുക്കത്തുള്ളൂ. കൂടാതെ ഒരു കോള് പോലും നമുക്ക് മിസ് ഔട്ട് ആവത്തില്ല ഈ ഒരു വാച്ചിൽ. പൊതുവേ നമുക്ക് നോർമലി നിങ്ങൾക്കറിയാം ഒരു ബജറ്റ് വാച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പല കോളുകളും എന്താ പറയുക നമ്മുടെ മൊബൈലിൽ വരും, പക്ഷേ അത് വാച്ച് കാണിക്കത്തില്ല. എന്നാൽ ഈ ഒരു സിംഗിൾ ചിപ്പ് ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ എല്ലാ കോളും നമുക്ക് മിസ് ഔട്ട് ചെയ്യാണ്ട് ഇതിനകത്ത് നമുക്ക് വരുന്നതാണ്. ഇതുപോലാണ് നമ്മുടെ മൊബൈലിൽ ഒരു കോൾ വരുമ്പോഴത്തേക്ക് അത് വാച്ചിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ റിംഗ് ആൻഡ് വൈബ്രേഷൻ ഇട്ടേക്കുന്നുകൊണ്ടാണ് ഈ റിംഗ് കേൾക്കുന്നത്. നിങ്ങൾക്കത് മ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ കോൾ എടുക്കാം, കോൾ കട്ട് ചെയ്യാം. കോൾ എടുക്കുവാണെങ്കിൽ ഇത് നമുക്ക് ഒന്നെങ്കിൽ ഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യാം, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആക്കാം. കൂടാതെ കോൾ അങ്ങോട്ട് കട്ട് ചെയ്യാനും പറ്റും. ഇനി ബാറ്ററി സൈഡിലേക്ക് വരുവാണെങ്കിൽ എത്ര എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ അപ് ടു 5 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ് നമ്മൾ നോർമൽ യൂസിൽ. എന്നാൽ അത്യാവശ്യം ഹെവി ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് 2-3 ദിവസത്തിനുള്ളിലേക്ക് ചുരുങ്ങും. അതിൽ വേറെ ഒരു സംശയമില്ല. 150 മിനിറ്റ് വേണം 100% ഇത് ചാർജ് ആകാനായിട്ട്. ബോൾട്ട് ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത് 5V1 ആണ്, അതായത് 5 wattsന്റെ ലോ പവർ അഡാപ്റ്റർ. നിങ്ങളുടെ കയ്യിൽ ഒരു 5 wattsന്റെ ലോ പവർ അഡാപ്റ്റർ ഇല്ലെങ്കിൽ മാക്സിമം 10 watts വരെ യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ യൂസ് ചെയ്താൽ പെട്ടെന്ന് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ പവർ ബാങ്ക്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചാർജ് ചെയ്യുന്നതാണ് കുറച്ച് സേഫ്. IP67 വാട്ടർ റെസിസ്റ്റൻറ്റ് നമുക്ക് ഇതിനകത്തുണ്ട്. സോ അത്യാവശ്യം ഡ്രിസിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇവർ IP67 പറയുന്നത് 1 മീറ്റർ 30 മിനിറ്റ് വരെ നമുക്ക് കൊണ്ട് മുക്കി വെച്ചാലും ഇത് പോകത്തില്ല, അടിച്ചു പോകത്തില്ല എന്നാണ് പറയണത്. എന്നാൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇതിൽ 1 വർഷം പ്ലസ് ഒരു 3 മാസം, അതായത് 15 മാസം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും വാറണ്ടി ക്ലെയിം ചെയ്തിട്ടില്ല. സോ അങ്ങനെയൊക്കെയുള്ള റിസ്കുകൾ നമ്മൾ കൂടുതൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്, വാട്ടറിൻ്റെ ഉള്ളിൽ പോകുന്നത്. എന്നാൽ അത്യാവശ്യം ഡ്രിസ്ലിംഗ് ആണെങ്കിലും അതല്ല വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളേ ഇല്ല. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു ബോൾട്ട് ക്രൗൺ ആർ പ്രോവിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 2999 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ച വട്ട് ബൈങ് ആകോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണത് നിങ്ങൾക്കൊരു AMOLED ഡിസ്പ്ലേയിലൊരു വാച്ച് ആയിരിക്കണം, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആയിരിക്കണം. കൂടാതെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിക്ക് വേണം. വർക്കിംഗ് ക്രൗൺ ആയിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ ഉണ്ടായിരിക്കണം. റേസ് ടു വേക്കപ്പ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആകണം. കൂടാതെ ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ടായിരിക്കണം. ഇത്രയൊക്കെ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബോൾട്ട് ക്രൗൺ ആർ പ്രോയിലേക്ക് പോകുന്നതിൽ വലിയ തെറ്റില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാച്ചാണോ അതല്ല നമ്മുടെ റോവർ പ്രോ അല്ലെങ്കിൽ റോവർ ആണോ കുറച്ച് ബെറ്റർ എന്നുള്ളതാണ്. ഉറപ്പായിട്ടും എന്താ പറയുക പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം രണ്ടും രണ്ട് ഡിസൈനാണ്. കൂടാതെ സ്പെക് വൈസ് ഒക്കെ കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലേതാണ് നമുക്ക് ആ ഒരു പൈസയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വട്ട് ബൈങ് ആകുക എന്ന് പറയാൻ പറ്റുള്ളൂ. റോവർ പ്രോ ഒക്കെ ഉറപ്പായിട്ടും 1999, 2199 ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് 2999 ഓഫർ റേറ്റ് ആണ്. ഇത് ചിലപ്പോൾ കൂടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തില്ല. എന്തായാലും അടുത്തൊരു വീഡിയോ ഉണ്ടാവും കേട്ടോ. ഈ ഒരു റോവർ പ്രോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്രൗൺ ആർ പ്രോ കൂടാതെ റോവർ ഒക്കെ വെച്ചൊരു കമ്പാരിസൺ ഏതായിരിക്കും വാങ്ങിച്ചാൽ വട്ട് ബൈങ് ആകുക എന്നുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ക്രൗൺ ആർ പ്രോനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.